സുഹൃത്തുക്കളായ പല ഓൺട്രപ്രണേഴ്സും പറയുന്ന ഒരു പ്രശ്നമാണ് ഓരോ സമയത്തും കടന്നു വരുന്ന റിസഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പലതരത്തിലുള്ള എക്കണോമിക് ക്രൈസിസുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വെല്ലുവിളി എപ്പോഴും പല സംരംഭകരും പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ സംരംഭകൻ്റെ റോൾ ഒരു റിസഷനിൽ എന്താണെന്ന് അറിയാമോ? ഓരോ റിസഷനും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള എക്കണോമിക് ക്രൈസിസുകളും നമ്മളിലേക്ക് നൽകുന്നത് അതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത, കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു വലിയ വാല്യൂ ഇന്നോവേഷനാണ്. സോ ഓരോ റിസഷനും അപ്പുറത്ത് ഇപ്പോൾ കോവിഡ് നമുക്ക് തന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പല സെഗ്മെന്റിലും, ട്രെയിനിങ്ങിലാവട്ടെ, ഓരോ സെഗ്മെന്റിലായിട്ട് ഒരു ഡിജിറ്റലൈസേഷനെ ആക്സലറേറ്റ് ചെയ്തതുപോലെ പലപ്പോഴുമുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ഇന്നോവേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഓരോ റിസഷനും ഗംഭീരമായിട്ടുള്ള സക്സസ്ഫുൾ ആക്കാൻ കഴിയുക തന്നെ ചെയ്യും. സിഗ് സിഗ്ലർ പറഞ്ഞൊരു കാര്യമുണ്ട്, റിസഷനാണ് ഒരു സംരംഭകൻ അല്ലെങ്കിൽ സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ കാര്യം. കാരണം റിസഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ അകത്തിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ മാർക്കറ്റിലുണ്ടാവൂ. മാക്സിമം സെല് ചെയ്യുക, ഗ്രോ ചെയ്യുക. Recession is an opportunity of an entrepreneur.